ഹലോ, പിങ്കൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നേരെ വെളുത്ത് രാവിലെ എന്താ പറയുന്നത്, നമ്മുടെ ഡ്യൂട്ടികൾ പതിവ് പോലെ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ എനിക്കുള്ള കാപ്പി ഞാൻ ഉണ്ടാക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു ചേച്ചിയുണ്ട്, ഫുഡ് ഉണ്ടാക്കാനൊരു ചേച്ചിയുണ്ട്. പക്ഷേങ്കിൽ പുള്ളിക്കാരത്തിയെ ഞാൻ എന്താ പറയുന്നത്, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയും ആകും. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ സ്വയം കുക്കിങ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരിടത്തും പോകുന്നില്ല, നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് വേറെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും ഞാൻ എന്താ പറയുന്നത്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ഇത് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം പൊടിക്കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അതെന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇതുപോലെ കാത്തിരുന്ന് ഞാൻ ടെറസിൽ പോയി കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് വെറുതെ എന്താ പറയുക, നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഈ പൊടിക്കാറ്റ് വരുന്നതെന്ന്. അത് കാണാനുള്ള ആകാംക്ഷയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന് കാറ്റും ഇല്ലൊരു പൊടിയില്ലെന്നായപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഇച്ചിരി നേരം കേട്ടോ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം പറഞ്ഞാണ് വെളിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ നോക്കിക്കേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ആകെ മൊത്തം ഭയങ്കരമായിട്ട് ഇങ്ങനെ മങ്ങി വരുന്ന പോലത്തെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. വെളിയിലൊന്നും എന്നോട് പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വെളിയിൽ ഇറങ്ങി ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വെളിയിലത്തെ അവസ്ഥ. നമ്മുടെ ഡ്രൈവർ രാജപ്പൻ എന്നും രാവിലെ കഴുകുന്നുണ്ട്, വൃത്തിയാക്കി ഇടുന്ന കാറിൻ്റെയൊക്കെ അവസ്ഥ കണ്ടു. അപ്പോൾ ഒരുപാട് പൊടിക്കാറ്റായപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്, വെളിയിലധികം നേരമൊന്നും നിന്നില്ല. ഞാനിങ്ങനെ അകത്തോട്ട് കയറി പോന്നു. എൻ്റെ പെരിങ്ങലമൊക്കെ നിറച്ചും പൊടിയാണ് കേട്ടോ. അപ്പം രാവിലെ എന്താണേലും രാവിലത്തെ അവസ്ഥ ഓർത്ത് എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ 7:30 എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഞാൻ ഇവരെ രണ്ടുപേരെ എടുത്ത് വെളിയിൽ വെച്ചു. അപ്പം ഞാൻ പതിയെ ഇതൊക്കെ ഒന്ന് കാണാം, അവസ്ഥയൊക്കെ എങ്ങനെയാണെന്നൊന്ന് തിരിച്ചറിയാം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കും ഡ്രൈവർ രാജപ്പൻ നമ്മുടെ ഇവിടെ എല്ലാം കഴുകി വാഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. പുള്ളിയുടെ ഇന്നലെ ഞാൻ എന്തിനോ ഒന്ന് ദേഷ്യപ്പെട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങേർക്ക് ഹിന്ദി അറിയത്തില്ല. എനിക്ക് ഹിന്ദി അറിയത്തില്ല, അങ്ങേര് ഹിന്ദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പറയുന്നത് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കേട്ടോ അറബിക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അങ്ങേർക്കും മനസ്സിലാകത്തില്ല. ഭാഷകൾ തമ്മിലുള്ള എന്താ പറയുന്നത് ഒരു ഷണ്ട അവിടെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മുഖം വീർപ്പിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പോയി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ കേട്ടോ. അപ്പം വീട്ടിലെന്താണേലും ആകെ 3 പേരേ ഉള്ളൂ, 5 വണ്ടിയുണ്ട്. പാവം എന്നും രാവിലെ കാണാം ഇതെല്ലാം 5 എണ്ണം കഴുകിയിടുന്നതാണ് കേട്ടോ. അപ്പോൾ വെളിയിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ നേരെ കയറി പോവാണ്. ഇനിയിപ്പം എന്താണ്, ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ, ഇപ്പോഴത്തെ വെയിലിന് ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ. പക്ഷികളെ രണ്ടിനെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക്. അതുങ്ങളെന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, ഇച്ചിരി നേരം വെളിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വിശേഷങ്ങളും വാർത്തകളും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റ ആൻഡ് ബൈ.